ഹലോ ഗായ്സ്, എല്ലാവർക്കും മയൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമർ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോയിൽ 30 സെക്കൻഡ് കേട്ട് നോക്കുക. കാരണം ഇതിൽ സംസാരം മാത്രം ഉള്ളതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് അടിച്ചു പോകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 30 സെക്കൻഡ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻ്റെ സംസാരം ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കേൾക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാമല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകണേന്ന് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൺ പീസിൽ നമ്മൾ ആ ഞെട്ടിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞെട്ടിച്ച പ്ലോട്ട് ട്വിസ്റ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ചധികം ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇപ്പോൾ കണ്ട് കുറച്ച്. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന് പറയണമെന്ന് തോന്നിയപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതാണ്. അപ്പോൾ അത് ഒരുപാടുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ 3 എണ്ണമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കണം. അപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഞെട്ടിച്ചൊരു പ്ലോട്ട് ട്വിസ്റ്റാർന്ന് കഞ്ചൂറോടെ സംഭവം. നമ്മുടെ മാനുവൽ നമ്മുടെ ഓടൻ്റെ ടീമാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് മറ്റോ റോച്ചിയുടെ വേണ്ടി സ്പൈ വർക്ക് ചെയ്ത സംഭവം. അത് നമ്മളെല്ലാവരും ഇങ്ങനെ വന്നാലും എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാകും. കാരണം അമ്മാതിരി സാധനം പറഞ്ഞു അവനെ പറ്റിച്ചത് എന്താണ് അവൻ കാണിച്ചത്. നമ്മളെല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇതായിപ്പോയിട്ടുണ്ടാകും. കാരണം അത്ര നേരം അവരുടെ കൂടെ നടന്നിട്ട് അവർ പോലും ചിന്തിക്കണില്ല ഇങ്ങനെ ഇതൊരാളുണ്ടാവും ഇവനിങ്ങനെ ചെയ്യുമെന്ന്. അവൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെയും ഒരു ക്യാരക്ടർ മാറുന്നതാണെങ്കിലും അവനാണെന്ന് അറിഞ്ഞിട്ടും അവൻ നാടകം പോലും അവൻ്റെ ജീവിതം അവനെ അഭിനയിച്ചതും എന്ത് സീനായിരുന്നല്ലേ അത്. അതായിരുന്നു ഒരു പ്ലോട്ട് ട്വിസ്റ്റിൽ ഇത്. അത് നമ്മൾ എല്ലാവരും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അമ്മാതിരി സാധനം പറഞ്ഞു. നമ്മുടെ കൂടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവരും, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പെട്ടെന്ന് പുള്ളിക്ക് അത് ഭയങ്കര ഒരു കഴിവാണ് ഇങ്ങനെ ഇത് പ്ലോട്ട് ട്വിസ്റ്റ് കൊണ്ടുവരാനായിട്ട്. കാരണം നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ വൺ പീസിലുണ്ട്. അതിൽ നമ്മളെ ഞെട്ടിച്ച ഭയങ്കര ഒരു ഇതായിരുന്നു ഇത്. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബിയർഡ് നമ്മുടെ മറൈൻ ഫുഡിൽ വന്നിട്ട് നമ്മുടെ വൈറ്റ് ബിയർഡിൻ്റെ പവർ സ്റ്റീൽ ചെയ്യുമല്ല, ആ അത് ഭയങ്കര ഞെട്ടിക്കുന്ന സംഭവമാണ്. അതായത് നമ്മൾ ആരും ചിന്തിച്ചില്ല. കാരണം നമുക്ക് ഓൾറെഡി വൺ പീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ കിട്ടുമെന്നാണ് പറഞ്ഞേക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് മറൈൻ ഫുൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഭയങ്കര സീനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്ലാക്ക് ബിയർഡ് വന്ന് അങ്ങനെ മൊത്തത്തിൽ ഇതായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം വന്നിട്ട് വൈറ്റ് ബിയർഡിൻ്റെ പവർ എടുക്കും. ആ ഡെവിൽ ഫ്രൂട്ട് ഇവൻ എങ്ങനെയാണ് അത് അവൻ്റെ ഇതിലേക്ക് ആക്കണേന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. അവൻ എന്താ ചെയ്തേക്കണേന്ന് പല തിയറീസ് പല ആൾക്കാർ പലതും പറയണ്ടെങ്കിൽ എങ്ങനെയെന്ന് നമുക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. കാരണം അതിപ്പോഴും സസ്പെൻസ് ആയിട്ട് വെച്ചേക്ക്. സസ്പെൻസ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയാൻ പാടില്ല. ഇനി ഭാവിയിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അമ്മാതിരി സാധനമാണ്. നമ്മൾ ആരും ചിന്തിക്കണില്ല ഇവന് അത് എടുക്കുമെന്ന്. ഇവൻ വന്ന് ഒരു തുണി ഇട്ടിട്ട് പിന്നെ ഇറങ്ങുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബിയർഡിൻ്റെ പവർ അവനുണ്ട്. ബ്ലാക്ക് ബിയർഡ് ആ പവർ അതെങ്ങനെ കിട്ടിയെന്നോ അത് ഭയങ്കര വലിയ നമുക്ക് ട്വിസ്റ്റ് നമ്മൾ ഞെട്ടിക്കുന്ന സംഭവം നമ്മുടെ വൺ പീസിലുണ്ടായത്. ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ ട്വിസ്റ്റ് ട്വിസ്റ്റ് മീൻസ് നമ്മൾ ചിന്തിക്കാത്ത പെട്ടെന്ന് നമ്മളൊരു ഇതായിട്ട് നമുക്ക് ഞെട്ടിച്ച ഒരു സംഭവങ്ങളായിട്ടാണ് ഇത് പറയണം. അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ ഞാൻ പറഞ്ഞ 3 പറയണതെന്ന്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തന്നെ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാബു ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞത് നമ്മൾ അത് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ ലൂഫി നമ്മുടെ എയ്സിൻ്റെ ഡെവിൽ ഫ്രൂട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നിട്ടാണ് ഇങ്ങനെ സാബു വന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷം, ചെറിയ സങ്കടമല്ല, നമുക്ക് സങ്കടം ഉണ്ട് ഓൾറെഡി എയ്സിൻ്റെ ഇത്. എന്നാലും സാബുവും ജീവിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് ഒരു അത്ഭുതം ഓർമ്മ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇപ്പം സന്തോഷം തന്നെ ഒരു കാര്യമായിരുന്നു. അത് നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു ട്വിസ്റ്റായിരുന്നു അത്. കാരണം സാബു അലയുമാണ് നല്ലൊരു അടിപൊളി സംഭവം ഓർന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് വേണോ വേണ്ടേ നിങ്ങൾ കമൻറ്റിൽ പറയുക. കുറച്ചധികം കൂടി ഉണ്ട് ഇത് ഇനി ചെയ്യാനാണെങ്കിൽ. അപ്പോൾ ഞാൻ 3 വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് ഇടാം. പിന്നെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാം. താങ്ക് യു.